നിങ്ങളുടെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന്. പറയോ? ഓരോരുത്തരും സ്വന്തം ചിന്തിക്കും. ഞാൻ എൻ്റെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം. നമ്മുടെ ഭാര്യ പറയുമോ നമ്മൾ നല്ലവനായിരുന്നു എന്ന്? ഓള് ലോകത്താരെക്കുറിച്ച് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് പറയൂല. കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്കും നല്ലതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറയോ വാപ്പ? നീ സ്വന്തം കാര്യം നോക്ക്. നിന്റെ പെണ്ണും പിള്ള പറയുമോ നീ നല്ലവനായിരുന്നു? എവിടെന്ന് പറയാനാ? അല്ലേ? എവിടെന്ന് പറയാനാ? കാരണം അത്രയ്ക്കും നല്ല സ്വഭാവം. നീ നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ കൊലകൊമ്പന. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ചില ഭർത്താക്കന്മാരുണ്ട് വീട്ടിൽ ചെന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് പറയും, കേട്ടോടി ഉസ്താദ് പറഞ്ഞത്, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. എൻ്റെ മൂക്കിൽ നിന്ന് ചീഞ്ചല ഒഴുകി വന്നാലും നീ തുടച്ചെടുക്കണം. നീ എനിക്ക് വേണ്ടി ജീവിക്കണം. അല്ലാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അത്രയ്ക്കും വലിയ പവറാ എനിക്ക്. ആരാ പറയണേ? കഞ്ചാവ് അടിച്ച് കിടക്കുന്നവർ. പള്ളിയിൽ പോലും വെള്ളിയാഴ്ച കയറാത്തവനെ പെണ്ണുമ്പിള്ള എടുത്ത് പോയിട്ട് പറയാ, നിനക്ക് സ്വർഗത്തിൽ പോണെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. എടാ നീ പോണോന്ന് അവള് തീരുമാനിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യ ആയിഷ ബീവി, ഞാൻ ചരിത്രം പറഞ്ഞേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, എൻ്റെ ഭർത്താവ് ആരെന്നറിയോ? അള്ളാനെ പേടിച്ചിട്ട് ജീവിച്ച മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ അള്ളാഹുവിനെ ഭയന്ന വേറൊരു മനുഷ്യനെ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നു, എൻ്റെ ഭർത്താവ് ഖുർആനാ. ഖുർആൻ എന്താണോ പറഞ്ഞ അതുപോലെ. നിന്റെ ആമിൻ എന്ത് പറയും? നിന്റെ ആമിൻ എന്ത് പറയും? ഈ ഇരിക്കണ പെണ്ണുങ്ങൾക്ക് അല്ലാഹു ധരിക്കാൻ സ്വർണം കൊടുത്തു, ധരിക്കാൻ വസ്ത്രം കൊടുത്തു, കാറ് കൊടുത്തു, വീട് കൊടുത്തു, മക്കളെ കൊടുത്തു. അല്ലാഹു എല്ലാം പെങ്ങൾക്ക് കൊടുത്തു. ഇരിക്കണ സഹോദരിമാർക്ക് ഒന്നിനും കുറവില്ല. അള്ളാഹ് അനുഗ്രഹിച്ചിട്ട് അള്ളാഹ് എല്ലാം വാരിക്കൂരി കൊടുത്തു. എന്നിട്ടും ചോദിക്കുന്നു, എന്റെ ആമിനാത്ത മുഖത്തൊരു സന്തോഷമില്ലാത്തത്? കെട്ടിയ ഭർത്താവ് മാത്രം നേരെയായില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ പെങ്ങൾക്ക് ആകെ ഉള്ള പരാതി ഏതാ പരാതി? ഭർത്താവ് മാത്രം. പുതിയ ഇവിടെ എന്താ പറയാ? ഭർത്താവെന്ന് പുതിയ അപ്പോൾ എന്താ പറയാ? ഭർത്താവിനെ ഭാര്യ എന്താ വിളിക്കുക? ഇവിടെ ഇവിടെ എന്താ വിളിക്കുക? ഞാൻ ചോദിക്കാനുള്ള കാരണം, ഞാനൊരു വീട്ടിൽ പോയപ്പോ ഭർത്താവിനെ ഭാര്യയെ വിളിക്കുക എടാ അതിങ്ങ് എടുക്കടാ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. കാലം അങ്ങനെ ആയിപ്പോയി. ഇന്ന് ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് എടാന്ന. ചിലയിടത്ത് പേര് വിളിക്കാറില്ലേ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കാറില്ലേ? അല്ലേ? അതൊക്കെ ഇന്ന് ട്രെൻഡായി മാറിയിരിക്കുക. എടാന്ന് വിളിക്കുക, പേര് വിളിക്കുക. പാപ്പാൻ എന്താ വിളിക്കണത്? പേരാ? എടോ, വാപ്പായ്ക്കൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഭർത്താവിനൊരു സ്ഥാനമുണ്ട്, ഗുരുനാഥനൊരു സ്ഥാനമുണ്ട്, ഉസ്താദിനൊരു സ്ഥാനമുണ്ട്. എല്ലാവർക്കും അള്ള കൊടുത്ത ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം വിട്ടു. ഇപ്പൊ എന്റെ പേര് സിറാജ്, എന്റെ മോൻ സിറാജുദ്ദീൻ വാപ്പാന്ന് വിളിക്കണോ അതോ വാപ്പാന്ന് വിളിക്കണം? എന്താ വിളിക്കണ്ടേ? അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കോ, ഉസ്താദെ ഫാത്തിമ ബീവി അലിയാര് തങ്ങളെ അലി എന്നല്ലേ വിളിച്ചേ? അപ്പൊ പേര് വിളിച്ചില്ലേ? നിങ്ങൾ മസലയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാഞ്ഞ ബുദ്ധി എല്ലാത്തിനും. അവനവന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, പേരല്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കും, കുട്ടികളൊക്കെ വിളിക്കുന്ന എന്താ? ഞാന് ഈ തട്ടുകടയിൽ കയറുമ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോ സാധാരണ ഭക്ഷണം കഴിക്കാൻ പോയി ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക. തിന്നുന്ന ഫോട്ടോ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് തിന്നാൻ പറ്റൂ? അല്ലെങ്കിൽ എല്ലാം കൂടെ വന്ന് തിന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. അത് കാരണം വഴുത് കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും കടയിൽ കയറി തിന്നും. അപ്പൊ ഇങ്ങനെ ഞാൻ കടയിൽ കയറിയപ്പോ ഒരുത്ത എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണോ? ഇന്ന് ബ്രോ എന്നാ വിളിക്കണത് കുട്ടികൾ. ഉസ്താദന്മാരെ വരെ ബ്രോ എന്ന് വിളിക്കണ കാലമാണ്. ഈ കുട്ടികളൊക്കെ ഗെയ്സ് ഗെയ്സ് എന്നാ പരസ്പരം വിളിക്കും. എന്താ അവസ്ഥ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്. ഒരു ചെറിയ കുട്ടി റൂമിനകത്ത് നിന്നിട്ട് ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടോണ്ടിരിക്കുക, ലൈവ്. അപ്പോഴാണ് അമ്മ വന്നിട്ട് വാതിലി മുട്ടുന്നു. അപ്പൊ ഇവൻ പറയാ, പണ്ടാരം തള്ള വന്ന് വിളിക്കുന്നെന്ന്. സ്വന്തം അമ്മയെ പറഞ്ഞതാ. ഇന്നത്തെ കുട്ടികൾ എങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. പെങ്ങളെ ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്. അതിന് നീ ഭർത്താവണ്ടേ? എടാ, അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരിക്കണമല്ലോ. നീ ഇരിക്കേണ്ട സ്ഥലത്ത് നീ ഇരിക്കുന്നില്ല, അതുകൊണ്ട് നിന്റെ ഭാര്യ നിന്നെ ബഹുമാനിക്കുന്നില്ല. ഇപ്പത്തെ അവസ്ഥ നോക്കിക്കേ. കുടുംബ സംഗമങ്ങൾ നടക്കുന്ന കാലമാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലേ? നല്ല കാര്യമല്ലേ കുടുംബ സംഗമം? കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ പണ്ട് പ്രായമുള്ള ഒരാളെ കണ്ട കുട്ടികൾ മുണ്ടഴിച്ചിടും.
വീടി വലിക്കുന്നവൻ ഒളിഞ്ഞു നിൽക്കും. ചില ആൾക്കാർ വന്നാൽ എഴുന്നേറ്റ് നിൽക്കും. കാരണവന്മാരെന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർക്ക് ആദരവുണ്ട്. കുടുംബത്തിലെ പ്രായമുള്ള ഉപ്പ, ഉമ്മ, ഉപ്പുപ്പ, ഉമ്മുമ്മ, ഇങ്ങനെയുള്ള പ്രായമുള്ളവരെ ഈ കുട്ടികളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു പണ്ട്. ഇപ്പൊ നോക്കിക്കേ, വല്ല വിലയുണ്ടോ ഇതിനൊക്കെ? ഇവിടെ കുടുംബ സംഗമം നടത്തുന്നത് നല്ലതാ. എന്തിനാ സംഗമം നടത്തുന്നത്? ഉസ്താദെ, ഈ കൊച്ചു കുട്ടികൾക്കൊന്നും കുടുംബക്കാരെ അറിയത്തില്ല, അതിനു വേണ്ടിയാണ് സംഗമം. നല്ല കാര്യം തന്നെ, നല്ല കാര്യങ്ങളൊക്കെ തന്നെ, ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷെ കുടുംബ സംഗമം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു സ്റ്റേജൊക്കെ കെട്ടി ഓഡിറ്റോറിയം ഒക്കെ റെഡിയാക്കി ഈ സംഗമത്തില് ഈ പ്രായമുള്ള വാപ്പാനെയും ഉമ്മാനെയും സ്റ്റേജിലൊക്കെ കെട്ടിയിട്ട് ആദരിക്കാറുണ്ട്. നല്ല കാര്യമാണ്. ഇവരെയൊക്കെ ആദരിക്കും, ബഹുമാനിക്കും, അതൊക്കെ പുണ്യമുള്ള കാര്യം തന്നെ. ഈ ആദരവെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വൈകുന്നേരം ഒരു പരിപാടിയുണ്ട്. ഇവരെ അങ്ങോട്ട് താഴെ ഇറക്കി ഇരുത്തും. എന്നിട്ട് നല്ല സിനിമാ പാട്ട് വിട്ടിട്ട് പെണ്ണുങ്ങളുടെ ഒപ്പന. എവിടെ? ഈ ഉപ്പാപ്പാടെ മുമ്പില്, ഈ കാരണവന്റെ മുമ്പിൽ കയറിയിട്ട് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കൊച്ചുമക്കൾ ആണുങ്ങളും പെണ്ണുങ്ങളും സിനിമാ പാട്ടിട്ടിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഉപ്പാപ്പാടെ മുമ്പിൽ നിന്ന് ഉടുതുണി വിരിഞ്ഞിട്ട് ആടുന്നത്. ആ മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞ്. ഈ മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കുകയാ. ഈ ഉപ്പാപ്പായും ഉമ്മുമ്മായും വിളിച്ചിരുത്തിയിട്ട് ഉസ്താദേ മക്കളല്ലേ, സന്തോഷമല്ലേ? ഓ മക്കള് അല്ലേ, അള്ളാടെ മുമ്പിൽ രക്ഷപ്പെടുമെന്ന് കരുതണ്ട പാപ്പ. അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത ഭാര്യയും മക്കളും. നീ വലിയ കൊലകൊമ്പന ഹാജി ആരാ തങ്ങളാ കാര്യമൊന്നുമില്ല. നീ എത്ര വലിയവനാണെങ്കിലും ഇത്തഖുല്ലാഹ ഫിന്നിസാ, നബിതങ്ങൾ പറഞ്ഞത് നിന്റെ ഭാര്യ, നിന്റെ മക്കൾ അള്ള ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. അള്ള നിന്നോട് ചോദിക്കും അവരെ കുറിച്ച്. നാളെ അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര്, ഏറ്റവും മോശമായവരാരാണ്? ഏറ്റവും വൃത്തികെട്ടവരാരാണ്? അള്ളാഹു അവരുടെ മുഖത്ത് നോക്കാറില്ല, അള്ളാഹു സംസാരിക്കാറില്ല, അള്ള കരുണ കാണിക്കാറില്ല. 3 വിഭാഗമാണവര്, 3 വിഭാഗമാണവര്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നവരാരെന്നറിയുമോ? അതിലെ ഒരു വിഭാഗമാരാ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവനാ. സ്വന്തം ഭാര്യ തലമറയ്ക്കാറില്ല, അവൾ ഔറത്ത് മറയ്ക്കാറില്ല. നീ താടിയുള്ളവനാണ്, നീ ഹാജിയാരാണ്, നീ കമ്മറ്റിക്കാരനാണ്, നീ നാട്ടിൽ അറിയപ്പെടുന്നവനാണ്, നിന്റെ പൊന്നുമോള് തലമറയ്ക്കാറില്ല. അവള് പടച്ചവനെ ഇന്ന് ഫാഷനാടോ? സ്കൂളിൽ പഠിക്കുന്ന മക്കള് പടച്ചവനെ ഷാള് തലയിലിടാനുള്ളതല്ല, കഴുത്തിൽ ഇങ്ങനെ തൂക്കാനുള്ളതാണ്. പടച്ചവനെ എന്തൊരവസ്ഥ എന്നറിയുവോ? എന്തിനാ മോളെ തലയെ തുണിയിടുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇടുന്നത്? ഞാൻ ഇന്ന് റഫീഖുമായിട്ട് വരുമ്പോ സ്ഥലം പറയണില്ല, ഞാൻ ഇങ്ങനെ കണ്ടു റോഡിൽ കൂടെ പോവാ, എല്ലാത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ. എന്തിനാ തലയെ തുണി? അല്ല, ഇപ്പത്തെ പെൺകുട്ടികൾ പണ്ടുള്ളവർ ഇങ്ങനെ തലയെ തുണിയിടും, മുഴുവനും മറച്ചിട്ട്. ഇപ്പോ ബാക്ക് സൈഡിൽ കെട്ടിവെച്ചിരിക്കുന്ന മുടി ഇത്രയും ഇവിടെ പുറന്നടക്ക. എന്തിനാ ഇടുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇടണ്ടല്ലോ, നിർബന്ധം നിങ്ങൾക്ക് വേണം. അപ്പൊ വാപ്പ ചോദിക്കുന്നത് ഉസ്താദ് അതൊക്കെ അവരുടെ അവകാശമല്ലേ, അവരുടെ സ്വാതന്ത്ര്യമല്ലേ? സ്വാതന്ത്ര്യം ഇല്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പെണ്ണുങ്ങളെ കുറിച്ചൊന്നും പറയത്തില്ല, മൊത്തം കേസാ. ഇവരെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പണ്ട് ഒരു 7-8 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിക്കാനൊക്കെ ഇറങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. ഇപ്പൊ വനിതാ കമ്മീഷന് 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ കേൾക്കാൻ പറയുക, അള്ളാഹനെ ഓർത്ത് മിണ്ടിയേക്കരുത്. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്നു എന്ന് പറഞ്ഞതിന് ഇപ്പൊ കേസ് 29. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവിടെ പോയപ്പോ കിട്ടിയ ഒരറിവ, ഇവരെ എടീന്ന് വിളിച്ച അതും കേസാ. അവിടെ പോയപ്പോ കിട്ടിയ ഒരറിവ്, പെണ്ണുങ്ങളെ എടീന്ന് പോലും വിളിച്ചേക്കരുത്. താത്താമാരെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സൽകുമാറാകട്ടെ. ഒന്നും പറയരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, ഇന്ന് സ്വാതന്ത്ര്യമല്ലേ? ഇന്ന് തൊടുന്നത് തെറ്റാണോ? കൂടെ പഠിക്കുന്നവന്റെ ശരീരത്ത് തൊടുന്ന തെറ്റാണ്. ഇപ്പൊ കണ്ടില്ലേ, കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കും, ഒന്ന് ചുംബനം കൊടുക്കും. എന്നാ രസമെന്നറിയാം. അൽഹംദുലില്ലാ അല്ലേ? കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കുന്നു. ഒരു പെൺകുട്ടി ഇങ്ങനെ കണ്ണ് പൊത്തിപ്പിടിക്കുന്നു. ഒരു പെണ്ണ് വന്നു ഉമ്മ കൊടുക്കുന്നു, എന്നിട്ട് അവള് മാറി നിൽക്കും. അപ്പൊ ആണ് ഫ്രണ്ടിൽ പോയി നിൽക്കും. ഓ, പണ്ടത്തെ പെണ്ണുങ്ങളായിരുന്നെങ്കിൽ പെടലിക്കൊന്ന് കൊടുത്തേനെ. നിങ്ങൾ നോക്കിയേ, ഉണ്ടായിട്ടാ ചങ്ങായിമാരെ, നിങ്ങൾ നോക്കിയേ. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണിന്റെ കണ്ണൊരു പെണ്ണ് പൊത്തിപ്പിടിക്കും, എന്നിട്ടൊരു പെണ്ണ് ചെന്ന് ചുണ്ടിൽ ഉമ്മ കൊടുക്കും, അല്ലെങ്കിൽ കവിളിൽ ഉമ്മ കൊടുക്കും, അവള് മാറും, പിന്നെ ഒരാട് ഫ്രണ്ടിൽ വന്ന് നിൽക്കും.
പണ്ടെങ്ങാണമായിരുന്നെങ്കിൽ ആ നിൽക്കുന്നവന്റെ തല കണ്ണി കൂടെ കിളി പറന്നേനെ, ഒരെണ്ണം കൊടുത്തേനെ. ഇന്നോ അയ്യോ എന്തൊരു നാണം. ഇല്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാ വാപ്പ ഞാൻ ചോദിക്കട്ടെ, നിന്റെ മക്കള് നിന്റെ ഭാര്യ തെറ്റ് ചെയ്താൽ നീ തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ നീ ഏത് കൊലകൊമ്പനാണെങ്കിലും നീ നാളെ വെള്ളം കുടിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ ഇനി എത്ര വലിയ മഹാനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. അല്ല നിന്നോട് കരുണ കാണിക്കില്ല. അല്ലാഹു നിന്നോട് ഒരു പരിഗണനയും കാണിക്കൂല. നാറും ബാപ്പാ, നാളെ പരലോക ദുർഗന്ധമടിക്കുന്ന രൂപത്തില് അല്ലാഹു നിന്നെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഭാര്യമാരെ നിങ്ങൾ അടിമകളാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുക്ക്, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്. അവര് തെറ്റ് ചെയ്താ നീ തിരുത്തുവാപ്പാ. നീ ഭർത്താവല്ലേ, നീ ഭർത്താവല്ലേ. നിന്റെ ഉത്തരവാദിത്തം എത്ര വലുതാണെന്നറിയുമോ? ഞാൻ നിനക്കൊരു ഭർത്താവിനെ പരിചയപ്പെടുത്താ. നീ മദീനത്ത് പോകാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് കാണാൻ നീ മദീനത്ത് പോകുമ്പോ ആ പ്രവാചകന്റെ റൗളയുടെ പരിസരത്ത് കിടക്കുന്ന ഒരു ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാൻ. നബി തങ്ങളുടെ മകള് കിടക്കുന്ന, ഭാര്യമാര് കിടക്കുന്ന, സ്വഹാബത്ത് കിടക്കുന്ന ആ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലൂടെ നടന്നങ്ങ് മധ്യഭാഗത്ത് ചെല്ലുമ്പോ അടയാളം വെച്ച ഒരു ഖബർ കാണാ. ഒരു പോലീസുകാരെ കാവല് നിൽക്കുന്നത് കാണാ. ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതാരുടെ ഖബറാ, ഇതാരുടെ ഖബറാ? ആ പോലീസുകാരൻ പറയും സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ്, രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹാബത്ത് മുഴുവനും ഹജ്ജിന് പോയി. അപ്പോഴാണ് അന്യനാടുകളിൽ നിന്ന് 600ഓളം വരുന്ന ശത്രുക്കളെ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളെ വീടിന്റെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. വീട് വളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു കാര്യവും ചെയ്യാൻ വിടുന്നില്ല, നിസ്കരിക്കാൻ പോലും വിടുന്നില്ല. പടച്ചവനെ അധികാരം വിട്ടുകൊടുക്കാൻ ഉസ്മാൻ തങ്ങൾ തയ്യാറായില്ല. അവസാനം വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പോലും വിടാതെ ഉസ്മാൻ തങ്ങളെ വീടിനകത്ത് അടച്ചു വെച്ചിരിക്കുമ്പോ ഉസ്മാൻ തങ്ങളുടെ വീടിനകത്ത് നിസ്കാര പായിലിരുന്ന് ഖുർആൻ ഓതുകയാ. അപ്പോഴാണ് ശത്രുക്കളെ വാതിൽ തീയിടുന്നത്. ഉസ്മാൻ തങ്ങളുടെ വീടിനകത്തേക്ക് ഇരച്ചു കയറി. നിസ്കാര പായിലിരിക്കുന്ന ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് ശത്രുക്കൾ ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടുകയാ. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ മഹദിയായ നായില ബീവി റളിയല്ലാഹു തആല അൻഹാ, നായില ബീവി റളിയല്ലാഹു തആല അൻഹാ ഭാര്യയാണല്ലോ, പെണ്ണാണല്ലോ, തന്റെ ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാ. നിലവിളിച്ചുകൊണ്ട് ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന ഷാളുണ്ടല്ലോ ഒന്ന് പുറകിലേക്ക് മാറിയുമ്മ. നീ വഅദിന് വന്നപ്പോഴും തലമറച്ചിട്ടില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയായ നായില ബീവി തന്റെ തലയിലിട്ടിരുന്ന ഷാള് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോ ഒന്ന് പുറകിലേക്ക് മാറി. ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്തേക്ക് വീണു, ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്തേക്ക് വീണു. നായില ബീവി മുടി പുറത്തിട്ടതല്ല, നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോ തന്റെ ഭർത്താവിനോട് ചെയ്യുന്ന ക്രൂരത കണ്ടപ്പോ പേടിച്ച് എഴുന്നേറ്റപ്പോൾ അറിയാതെ മുടി പുറത്ത് വീണതാ. ഉസ്മാൻ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണ്. ശത്രുക്കൾ അവിടെ നിന്ന് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങൾ നോക്കുമ്പോ തന്റെ ഭാര്യയുടെ മുടി ഇങ്ങനെ പുറത്ത് കാണുകയാ. ഉസ്മാൻ തങ്ങൾ വിളിച്ചു, നായില, എന്നെ
ഇവരെ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ നായില, എനിക്ക് പേടിയില്ല നായില, എനിക്ക് പേടിയില്ല നായില, എന്നെ നീ വിട്ടേക്ക് നായില, എനിക്ക് പേടി ഇവരെന്നെ കൊല്ലുന്നതിനല്ല. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് മരണത്തിന്റെ വേളയിൽ പറയുകയാണ്, ഇവരെന്നെ കൊല്ലുന്നതിൽ എനിക്ക് പേടിയില്ല നായില, എന്നെ നീ വിട്ടേക്ക് നായില, എനിക്ക് പേടി എന്തെന്നറിയുമോ, നിന്റെ മുടി പുറത്ത് കിടക്കുന്നു നായില, അത് നിന്റെ ഔറത്താ നായില, അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു നായില, ഹിജാബ് ധരിക്കു നായില, ഹിജാബ് ധരിക്കു നായില, എനിക്ക് അല്ലാഹുവിനെ പേടിയാ നായില. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ ഏത് പെണ്ണു ഒന്ന് വിരളുവല്ലോ. നായില ബീവി റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന ഷാളൊന്ന് പുറകിലേക്ക് മാറിയിട്ട് ഒരല്പം മുടി താഴെ വീണു. ഉസ്മാൻ റളിയല്ലാഹു തആല കണ്ടപ്പോ പറയാ, എന്നെ വിട്ടേരനേ, ഇവരെന്തോ ചെയ്യട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല, നീയും പേടിക്കണ്ട, പിന്നെ എനിക്ക് പേടി നിന്റെ മുടി ഇവര് കാണുന്നു, നിന്റെ ഔറത്ത് അന്യ പുരുഷന്മാര് കാണുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണം മോളെ, നീ തലമറക്കി, നീ ഔറത്ത് മറക്കി എന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. ഇതാ ഭർത്താവ്, ഇതാണ് ഭർത്താവിന്റെ ബാധ്യത. ചെലവിന് കൊടുത്താൽ മാത്രം പോരാ, ഓളുടെ തെറ്റുകൾ തിരുത്തണം, ഓളെ നന്നാക്കണം, അല്ലാതെ പറഞ്ഞു വിടലല്ല, പൊട്ടേന്ന് പറഞ്ഞ് തള്ളലല്ല. ബാപ്പ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താവള്, അവളെ നീ പൊന്നുപോലെ നോക്കണം, അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കൂടെ അടിമയെ പോലെ വെക്കണമെന്നല്ല, ഭാര്യക്ക് ചെലവിന് കൊടുക്കണം. ഭർത്താവിന്റെ ബാധ്യതയാ, വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്ക്, ഭാര്യക്ക് കൊടുക്കാൻ നീയല്ലേ ഉള്ളൂ. അല്ലാതെ ചെലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാര് നടന്ന് പെണ്ണ് കെട്ടുന്നുള്ളവരുണ്ട്. 3-4 കെട്ടും, 4 പെണ്ണ് കെട്ടാൻ കുഴപ്പമൊന്നുമില്ല, എത്ര വേണമെങ്കിലും കെട്ടിക്കോ, പക്ഷെ പെണ്ണുങ്ങളോടുള്ള ബാധ്യത പാലിക്കണം. ചില ഭർത്താക്കന്മാര് ചെലവിന് പോലും കൊടുക്കത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭർത്താക്കന്മാര് ചെലവിന് കൊടുക്കണം ഭാര്യയ്ക്ക്. ചിലര് പള്ളി അറിഞ്ഞ് ഒന്നിനെ കെട്ടും, നാട്ടുകാരറിഞ്ഞ് കുടുംബക്കാരറിഞ്ഞ് ഒന്ന് കെട്ടും, പോയിട്ട് വേറെ എവിടെങ്കിലും പോയി ഒളിച്ചൊന്നിനെ കൂടെ കെട്ടും, എന്നിട്ട് വാടക വീട്. എന്താ വാപ്പ, ചിന്ന വീടാ? അങ്ങനെ പാടില്ലല്ലോ. എടോ, നിനക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ 2 പേരെയും വേർതിരിവില്ലാതെ കാണണം. എന്തിനാ ഒളിച്ചും പാത്തും കെട്ടുന്ന? ഓളോട് പോയി പറ, നിനക്ക് പെണ്ണ് കെട്ടണമെങ്കിൽ ഭാര്യ എടുത്ത് പോയി പറ, എനിക്ക് ഒന്നുകൂടെ കെട്ടണമെന്ന്. എന്തിനാ ഒളിച്ചും പാത്തും? എന്തിനാ വാപ്പ? എന്നിട്ട് ആഴ്ചയിൽ 2 ദിവസം കാണാൻ പോകും, ബാക്കി ദിവസം വാടക വീട്ടിൽ കിടന്നോണം, തിന്നാൻ കൊടുക്കും. അല്ലാഹു അഅല. ചിലത് പിന്നെ തിന്നാനും കൊടുക്കത്തില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചുമ്മാതല്ല പെണ്ണുങ്ങൾ മോട്ടിക്കുന്നത്, അടിച്ചു മാറ്റുന്നത്. ഭർത്താവ് ഭാര്യ നാട്ടുകാരുടെ അബൂ സുഫിയാൻ, നിങ്ങറിയോ, മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് ഒരു മസ്അല ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ ജനങ്ങളുടെ മുമ്പിലൊക്കെ വലിയ ആളാ, അറിയപ്പെടുന്ന ആളാ, പക്ഷെ ചെലവിനൊന്നും തരൂല, ചെലവിനൊന്നും തരാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാതെ, അനുവാദമില്ലാതെ ഞാൻ എന്ത് ചെയ്യും, പൈസ എടുക്കാറുണ്ട്, അത് അനുവദനീയമാണോ അല്ലയോ? നബിതങ്ങളോട് മസ്അല ചോദിച്ചു. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പെണ്ണുങ്ങൾ പൈസ എടുക്കാറുണ്ടല്ലോ, അപ്പൊ അത് എടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നാണ് ഉസ്മാൻ ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് മസ്അല ചോദിച്ചു. നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ ഭാര്യമാര് പൈസ എടുക്കാറില്ലേ? പാടുണ്ടോ എടുക്കാൻ? പാടുണ്ടോ എടുക്കാൻ? പാടുണ്ടോ? ഞാൻ പറഞ്ഞു തരട്ടെ മസ്അല. പാടുണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ താത്താമാരെ. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ഭർത്താവ് ചെലവിന് തരുന്നില്ല, എനിക്ക് ആവശ്യമുള്ളത് പോലും തരുന്നില്ല, അത്യാവശ്യമുള്ളത് പോലും തരുന്നില്ല. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ നിനക്ക് ആവശ്യമുള്ളത് ചെലവിന് തരുന്നില്ല, അത്യാവശ്യമുള്ളത് പോലും തരുന്നില്ല, അപ്പൊ നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാം. യതീംഖാനയിലാക്കരുത് കേട്ടോ.
ഭർത്താവിനെ എത്തിങ്ങാനിലാക്കിയേക്കരുത്. അതുകൊണ്ട് നീ മേടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഓളെ എടുക്കുന്നതിൽ എന്താ അല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പോക്കറ്റൊക്കെ നോക്കിക്കോ, അതിന് പൈസ പോക്കറ്റിൽ വെക്കണ്ട, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ മരണപ്പെട്ടാൽ നിന്റെ ഭാര്യ പറയണം, നാട്ടുകാരല്ല, നിന്റെ കൂടെ കടന്നവള് പറയട്ടെ നീ നല്ലവനാണെന്ന്. നീ ആണാണെങ്കിൽ അങ്ങനെ അവളെ കൊണ്ട് പറയിപ്പിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചുമ്മാതെ ഭാര്യയോട് ചോദിക്കണം, എടി ഉസ്താദ് പറഞ്ഞത് കേട്ടോ, ഞാൻ മരിച്ച നീ എന്നെ കുറിച്ച് നല്ലവനാണെന്ന് പറയുവോ? ചുമ്മാതെ ഒന്ന് ചോദിച്ചു നോക്ക്. ആമിന ചിരിക്കും, ആയിഷ ചിരിക്കും. ആ ചിരിക്കകത്തുണ്ടല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓള് ചിരിക്കും, നിങ്ങളെ കുറിച്ച് ഞാൻ പറയണം നല്ലവനാണെന്ന്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം 11:45 കഴിഞ്ഞു. ഞാൻ 11:45 പറഞ്ഞ്. ഇപ്പം ടൈമിലാണ് വണ്ടി ഓടുന്നത്. ഇപ്പൊ കറക്റ്റ് ടൈമിങ്ങിലാണ് വണ്ടി ഓടുന്നത്. എന്ത് വേണം? നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? ഇരുന്നാ ഒരെണ്ണം കൂടെ പറയാം, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇനി വേണം പോയി കഴിക്കാൻ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഒരെണ്ണം കൂടെ പറയണോ നിർത്തണോ? പറയണോ എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അപ്പൊ ഓഡിറ്റോറിയം കെട്ടണ്ടേ? ഞാൻ ചോദിക്കുമ്പോഴും ഇതുപോലെ കൈ പൊക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അപ്പോഴിതുപോലെ നിങ്ങൾ പൊക്കണം. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾക്ക് എന്നെ ഇപ്പം ആദ്യമായിട്ട് എൻ്റെ പൊന്നാര ഉസ്താദെ, ഒരു വയലു പറയുന്ന ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. എന്റെ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ സന്തോഷത്തില്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതാ ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വരികയാണ്. ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഇരുന്നോട്ടെ, കാലം കഴിക്കുന്നത് ഇരുന്ന് പറഞ്ഞോട്ടെ. ഒരു ഫാത്തിഹ ഓദിക്കെ. ലാ ഹദറത്തു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ സവാബ് അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഒന്ന് കയറിയിരിക്കോ? ഒന്ന് കയറിയിരിക്കുക. എനിക്ക് കൊറോണ ഒന്നുമില്ല. കയറിയിരിക്കുക. എഴുന്നേക്ക്. ബിസ്മില്ലാ. ഇനി ആരും ഇറങ്ങി പോകാനില്ല. വാ, എഴുന്നേറ്റ് വാ. കയറി ഫ്രണ്ടിലോട്ട് കയറി. ആ പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ കയറി എഴുന്നേക്ക്. മൈക്ക് സെറ്റുകാരൻ്റെ പുറകെ ഇരിക്കണ കാക്ക എഴുന്നേക്ക്. എല്ലാവരും എഴുന്നേക്ക്. അൽഹംദുലില്ലാ. മുന്നോട്ട് കയറി. അല്ലാഹുവേ, മുൻപന്തിയിൽ ഇരിക്കുന്നവർക്ക് നീ നല്ല മരണം കൊടുക്കണം തമ്പുരാനെ. എഴുന്നേക്ക് ചങ്ങായിമാരെ, എല്ലാവരും എഴുന്നേക്ക്. അൽഹംദുലില്ലാ. മുന്നോട്ട് കയറി. അൽഹംദുലില്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ആരെല്ലാം ഇരുന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് കയറിയിരുന്നോ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ.